സ്റ്റാൻഡേർഡിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മലയാളം മീഡിയംകാർക്ക് ദഹനവും പോഷക സംവഹനവും. ആദ്യത്തെ നമുക്ക് ടോപ്പിക്ക് എന്താണ് സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ എല്ലാ ന്യൂട്രിയൻസും കറക്റ്റ് അളവിൽ ലഭിക്കുന്നതിനാണ് എന്ത് പറയുക, സമീകൃത ആഹാരം എന്ന് പറയുക. ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളിലും എങ്ങനെയാണ് പോഷണ പ്രക്രിയ നടക്കണമെന്ന് നോക്കാം. നമുക്കിവിടെ എക്സാമ്പിളായിട്ട് തന്നേക്കുന്നത് ഹൈഡ്രയും അമീബയാണ്. അപ്പോൾ ആദ്യം തന്നെ അമീബയാണുള്ളത്. നമ്മളുടെ ഫസ്റ്റത്തെ ഫിഗറിൽ അമീബ ഫസ്റ്റ് ആഹാര വസ്തുവിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. അവരുടെ സ്യൂഡോപോഡിയ എന്നറിയപ്പെടുന്ന കപടവാതകങ്ങൾ ഉപയോഗിച്ചിട്ട് ആ ആഹാരത്തെ കോശത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കും. ആഹാരം ഫുഡ് വാക്യൂളിൻ്റെ ഉള്ളിൽ എത്തിയിട്ട് ആഹാരത്തെ എൻസൈംസ് ദഹിപ്പിക്കും. അത് കഴിഞ്ഞിട്ടുള്ള അവശിഷ്ടങ്ങൾ കോശോപരിതലത്തിലൂടെ പുറന്തള്ളും. ഇതാണ് അമീബയുടെ കേസിൽ പോഷണ പ്രക്രിയ നടക്കുന്നത്. അടുത്തത് ഹൈഡ്രയിൽ എങ്ങനെയാണ് പോഷണ പ്രക്രിയ നടക്കുന്നത് നോക്കാം. ഹൈഡ്രയുടെ ശരീരത്തിൽ കുറച്ച് വേര് പോലുള്ള സംഭവങ്ങളുണ്ടല്ലേ, അതാണ് ടെൻഡക്കിൾ. അതിൻ്റെ സഹായത്തോടെ പ്രേനെ ഇരയെ അവർ മരവിപ്പിച്ചിട്ട് വായ്ക്കുള്ളിലാക്കിയിട്ട് അത് ശരീരത്തിലേക്ക് എത്തിക്കും. ശരീരയുടെ ഉൾഭിത്തിയിൽ കോശങ്ങളുണ്ട്. ആ കോശങ്ങൾ എൻസൈംസ് ഉൽപ്പാദിപ്പിക്കും. ആ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈംസിൻ്റെ പ്രവർത്തനത്താൽ ശരീരത്തിൻ്റെ അറയിൽ വെച്ച് തന്നെ എന്ത് നടക്കും, ദഹനം ആരംഭിക്കും. അതിനെയാണ് എന്ത് പറയുക, കോശബാഹ്യ ദഹനം എന്ന് പറയുക. കോശത്തിനുള്ളിൽ എത്തുന്ന ഭാഗികമായി ദഹിച്ച ഫുഡിനെ ഫുഡ് വാക്യൂൾ എന്ന് പറഞ്ഞാൽ ഇതിലത്തെ എൻസൈംസ് ഹെൽപ്പ് ചെയ്തിട്ട് ദഹനം കംപ്ലീറ്റ് ആക്കാനായിട്ട് സഹായിക്കും. അതിനെയാണ് കോശാന്തരിക ദഹനം എന്ന് പറയുക. ലാസ്റ്റ് ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ അവർ വായിൽ കൂടിയാണ് പുറന്തള്ളുക. നെക്സ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ദഹനം എങ്ങനെയാണ് നടക്കുക എന്നുള്ളത്. ദഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡൈജഷൻ. അതായത് വലിയ ആഹാര ഘടകങ്ങളെ നമ്മൾ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് എന്ത്, ദഹനം എന്ന് പറയുന്നത്. അതിന് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. യാന്ത്രിക ദഹനം അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡൈജഷനും രാസിക ദഹനം അല്ലെങ്കിൽ കെമിക്കൽ ഡൈജഷനും. യാന്ത്രിക ദഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഹാരത്തെ ചെറുകണികകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത്, യാന്ത്രിക ദഹനം എന്ന് പറയുന്നത്. അതിന് നമുക്ക് ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, പല്ല് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, ആഹാരത്തെ ചവച്ചരയ്ക്കാനായിട്ട് പല്ല് ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്യും, ആമാശയത്തേക്ക് എത്തും. അത് കഴിഞ്ഞിട്ട് ചെറുകുടലിൻ്റെയും പേശികളുടെയും ശക്തമായിട്ടുള്ള പ്രഷർ സങ്കോചങ്ങളിലൂടെ ഇത് ദഹനം സാധ്യമാക്കും. എന്ത് ദഹനമാണ്, യാന്ത്രിക ദഹനം അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡൈജഷന് സാധ്യമാക്കും. നെക്സ്റ്റ് ആണ് രാസിക ദഹനം അല്ലെങ്കിൽ കെമിക്കൽ ഡൈജഷൻ. ദഹനരസങ്ങളിലെ എൻസൈംസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇങ്ങനെ വലിയ വലിയായിട്ടുള്ള ഫുഡിൻ്റെ പോഷക ഘടകങ്ങൾ നമുക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ ഘടകങ്ങളാക്കി മാറ്റും. യാന്ത്രിക ദഹനത്തെ ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുക, മൗത്ത്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അതായത് വായ, ആമാശയം, ചെറുകുടൽ. അതിൽ വായയിൽ പല്ലുകൾ നമ്മളെ ആഹാരത്തെ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ചവച്ചരയ്ക്കൽ പ്രക്രിയയെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരൊക്കെയുണ്ട്, നാക്കുണ്ട്, ഉമിനീരുമുണ്ട്. പല്ലിൻ്റെ ഷേപ്പിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും അവരൊക്കെ ചെയ്യുന്ന പർപ്പസ് എന്താണ്, ഫുഡിനെ ചവച്ചരയ്ക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന പർപ്പസ്. ഇനി എങ്ങനെയാണ് പല്ലിൻ്റെ ഘടന എന്ന് നോക്കാം. പല്ലിൻ്റെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് ആര്, ഇനാമൽ. അതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. പല്ലിൻ്റെ പുറം കവചം എന്നറിയപ്പെടുന്നു. അതിന് ജീവൻ ഉണ്ടാവില്ല. നെക്സ്റ്റ് രണ്ടാമത് വരുന്നതാണ് ഡെൻഡൈൻ എന്ന് പറയുന്നത്. അത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ആര്, ഡെൻഡൈൻ. മൂന്നാമതായിട്ട് വരുന്നതാണ് പൾപ്പ് ക്യാവിറ്റി. അതാണ് പല്ലിൻ്റെ ഏറ്റവും ഉള്ളിലത്തെ ഭാഗം എന്ന് പറയുന്നത്. പൾപ്പ് എന്നറിയപ്പെടുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള യോജക കല അവിടെ കാണപ്പെടും. അവിടെ ആരൊക്കെയാണ് കാണപ്പെടുന്നത്, രക്തക്കുഴൽ കാണപ്പെടും, നാഡികൾ കാണപ്പെടും, ഒഡൻഡോബ്ലാസ്റ്റസ് കോശങ്ങൾ കാണപ്പെടും. ഇവരൊക്കെയാണ് അവിടെ കാണപ്പെടുക. ദെൻ നാലാമതായിട്ട് സിമെൻറ്റം എന്ന് പറയുന്നതാണ്. സിമെൻറ്റിൻ്റെ പർപ്പസ് എന്താണ്, നമ്മ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന സിമെൻറ്റ് എന്തിനാണ് ഉപയോഗിക്കുക, രണ്ട് സ്റ്റോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഉറപ്പിച്ചെടുത്താൻ വേണ്ടിയിട്ട്, രണ്ടിനെയും കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡസ്ട്രിയിൽ സിമെൻറ്റ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇവിടെ പല്ലിനെ മോണയിൽ ഉറപ്പിച്ചെടുത്താൻ വേണ്ടിയാണ് സിമെൻറ്റം ഉപയോഗിക്കുന്നത്.
അത് ഒരു കാൽസ്യം അടങ്ങിയിരിക്കുന്ന യോജകകലയാണ്. നെക്സ്റ്റാണ് ആമാശയം. ആമാശയപേശിയിലെ ശക്തമായിട്ടുള്ള പെരിസ്റ്റാൾസിസ് എന്ത് ചെയ്യും? ആഹാരത്തെ കുഴമ്പ് പരുവത്തിലാക്കും. ആമാശയത്തിൻ്റെ ലാസ്റ്റുള്ള ഒരു പ്രത്യേക തരം വലയപേശി ആഹാരത്തെ വേണ്ടത്ര സമയം നമ്മൾ ആമാശയത്തിൽ തന്നെ നിലനിർത്തും. അടുത്തതാണ് ചെറുകുടൽ അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. ചെറുകുടലിൽ വെച്ച് എന്ത് നടക്കും? പെരിസ്റ്റാൾസിസും സെഗ്മെൻറ്റേഷൻ എന്നും പറയുന്ന യാന്ത്രിക പ്രവർത്തനങ്ങൾ നടക്കും. അതുമൂലം നമ്മളുടെ ആഹാരത്തിൻ്റെ സഞ്ചാരം വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റും. മാത്രമല്ല ആഹാരത്തെ ദഹനരസവുമായിട്ട് കൂട്ടിക്കലർത്താനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് വിഴുങ്ങൽ പ്രക്രിയ എങ്ങനെയെന്ന് നോക്കാം. നാക്ക് ആഹാരത്തെ അണ്ണാക്കിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അമർത്തി ഉരുളകളാക്കുന്നു. ഇനി ഗ്രസനിയിലേക്ക് തുറക്കണ നാസ്വാഗഹരത്തെ നമ്മളുടെ ചെറുനാക്ക് അടയ്ക്കും. അങ്ങനെ അടച്ചില്ലെങ്കിൽ എന്താണ്? തെരുപ്പേ കയറും ഫുഡ്. അത് കാരണം കൊണ്ടാണ് ചെറുനാക്ക് നാസ്വാഗഹരത്തെ അടയ്ക്കണത്. ഇനി നാക്കിൻ്റെ പിൻഭാഗം ആഹാരത്തെ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടും. ശ്വാസനാളം മുകളിലേക്ക് ഉയർന്നിട്ട് എപ്പിഗ്ലോട്ടിസ് കൊണ്ട് അടയ്ക്കുന്നു. ഇത്രയാണ് വിഴുങ്ങൽ പ്രക്രിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദഹന വ്യവസ്ഥയാണ്. അതിലൊരു 7 എണ്ണം പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ട് കളയരുത്. ഫസ്റ്റ് വായ. വായയിൽ ഉമിനീർ ഗ്രന്ഥി എന്ത് ഉൽപ്പാദിപ്പിക്കും? ഉമിനീര് ഉൽപ്പാദിപ്പിക്കും. അതിൽ സലൈവറി അമിലേസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട്. അതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അന്നജത്തിൻ്റെ ദഹനം ആരംഭിക്കും. നെക്സ്റ്റ് അന്നനാളം അഥവാ ഈസോഫാഗസ്. പെരിസ്റ്റാൾസിസ് ആഹാരത്തെ ആമാശയത്തേക്ക് എത്തിക്കുന്നു. ഇനി നെക്സ്റ്റ് ആമാശയം അഥവാ സ്റ്റൊമക്ക്. ആമാശയ ഗ്രന്ഥികൾ എന്തുൽപ്പാദിപ്പിക്കും? ആമാശയ രസം ഉൽപ്പാദിപ്പിക്കും. അതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്സ് എന്ന് പറയുന്ന ഒരു ആസിഡ് ഉണ്ട്, HCl. നമ്മളുടെ ഫുഡിലുണ്ടാവുന്ന രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ഈ HClൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. പിന്നെ അവിടെ pH ക്രമീകരിക്കുകയും ചെയ്യും. ഇതിലൊരു എൻസൈമാണ് പെപ്സിൻ എന്ന് പറയുന്നത്. അത് പ്രോട്ടീനിനെ ഒരു ഭാഗികമായിട്ട് ദഹിപ്പിക്കും. ലിപ്പേസസ് കൊഴുപ്പിൻ്റെ ദഹനത്തെ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. ശ്ലേഷ്മം എന്ന് പറയുന്നത് ഒരു വഴുവഴുത്തൊരു സംഭവമാണ്. അത് ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് നമ്മളുടെ ആമാശയത്തിൻ്റെ ഭിത്തിയെ ഹെൽപ്പ് ചെയ്യും. ഇത്രയാണ് നമുക്ക് ആമാശയം പഠിക്കാനുള്ളത്. ചെറുകുടൽ അഥവാ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. കരളും പാൻക്രിയാസും ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ നമ്മുടെ ചെറുകുടലിലെത്തിയിട്ട് ദഹനത്തെ ഹെൽപ്പ് ചെയ്യും. ചെറുകുടൽ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ഉൽപ്പാദിപ്പിക്കും. അത് പലതരം കാർബോഹൈഡ്രേറ്റ്സുകളെ, അതായത് സങ്കീർണമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സുകളെ ചെറിയ ചെറിയ ഘടകങ്ങളായിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയാക്കും. പ്രോട്ടിയോസ് എന്ന് പറയുന്ന സാധനം പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കും. ചെറിയ ചെറിയ പോഷക ഘടകങ്ങൾ, പിന്നെ ജലം, വൈറ്റമിൻ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മെയിനായിട്ട് നമ്മളുടെ ചെറുകുടലിൽ വെച്ചാണ് നടക്കുക. ഇനി നെക്സ്റ്റ് ആണ് കരള്. പിത്തരസം ഉൽപ്പാദിപ്പിച്ചിട്ട് പിത്താശയത്തിൽ സംഭരിക്കും. പിത്തരസത്തിൽ എന്തില്ല? എൻസൈംസ് ഇല്ല. ഇത് പക്വാശയത്തിലെത്തിയിട്ട് കൊഴുപ്പിനെ ചെറുകണികകളാക്കിയിട്ട് pH ക്രമീകരിക്കുകയും ചെയ്യും. നെക്സ്റ്റ് പാൻക്രിയാസ്. പാൻക്രിയാസ് എന്തിനാണ് ഉൽപ്പാദിപ്പിക്കുക? പാൻക്രിയാസ്റ്റിക് ജ്യൂസ്. ഇത് പക്വാശയത്തിലെത്തിയിട്ട് ദഹനത്തെ ഹെൽപ്പ് ചെയ്യും. ഇതിലുള്ള പാൻക്രിയാറ്റിക് അമിലേസ് നമ്മളുടെ സ്റ്റാർച്ചിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കും. ട്രിപ്സിൻ എന്ത് ചെയ്യും? പ്രോട്ടീനെയും ഭാഗികമായിട്ട് ദഹിപ്പിക്കും. നെക്സ്റ്റ് ഉള്ളത് ലിപ്പേസ് ആണ്. അവ കൊഴുപ്പിനെ പൂർണ്ണമായിട്ടും ദഹിപ്പിച്ചിട്ട് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. ദെൻ നെക്സ്റ്റ്, അതായത് ലാസ്റ്റ് ഉള്ളതാണ് വൻകുടൽ എന്നുള്ളത്. ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. വൻകുടലിൻ്റെ സവിശേഷത എന്താണ്? നമ്മൾ ഇത്രയും ദഹിപ്പിച്ചിട്ടും ഇനി ദഹിക്കാത്ത കുറച്ച് ആഹാരങ്ങൾ ഉണ്ടാവില്ലേ, അത് ഈ വൻകുടലിലേക്ക് എത്തിക്കുന്നു. ഇനി ബാക്കിയുള്ള ജലവും ലവണങ്ങളൊക്കെ ആഗിരണം ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. അവിടെ കുറച്ച് ബാക്ടീരിയാസ് ഉണ്ട്.
അതിൽ ചില ബാക്ടീരിയാസ് വൈറ്റമിൻ കെ, പിന്നെ ബി കോംപ്ലക്സ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. ദഹനാവശിഷ്ടങ്ങളെ മലാശയത്തിലേക്ക് എത്തിച്ച് മലദ്വാരത്തിലൂടെ പുറന്തള്ളാനായിട്ട് ആരാണ് ഹെൽപ്പ് ചെയ്യുക? വൻകുടൽ അഥവാ ലാർജ് ഇൻറ്റസ്റ്റൈനാണ് ഹെൽപ്പ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക.